ആദ്യം ശ്രീ ജോമോൻ ആലപ്പുഴ, താങ്കൾക്ക് എന്നെ കേൾക്കാമോ? തീർച്ചയായിട്ടും കേൾക്കാം. ശ്രീ ജോമോൻ ആലപ്പുഴ, അതിഗുരുതരമായ നിരവധി പരാമർശങ്ങൾ അടങ്ങുന്നതാണ് രണ്ട് ഭാഗങ്ങളായി വന്നിട്ടുള്ള ഈ അഭിമുഖം. അതിൽ ഏറ്റവും ഗുരുതരം ഒരു മതവിഭാഗത്തിനിടയിൽ ഭിന്നത സൃഷ്ടിക്കാൻ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചു എന്ന ആരോപണമാണ്. പക്ഷേ അതിന് എന്താണ് അദ്ദേഹത്തിന്റെ കൈവശമുള്ള തെളിവ്, ആധാരം എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഒരു ഉദ്യോഗസ്ഥന്റെ തുറന്നു പറച്ചിൽ എന്നതാണ് അദ്ദേഹം കോട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്ന കാര്യം. ഇത്രയും വലിയ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കാൻ അത് മതിയായതാണോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. സംസാരിക്കാലോ? എന്റെ ചോദ്യം കേട്ടിരുന്നോ? ഇല്ല, തീർച്ചയായിട്ടും കേട്ടു. ഓക്കെ, പറഞ്ഞോളൂ. ഒന്നാമതായും ഈ ഒരു മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിന്റെ പരാമർശം വന്നത് ദീപിക പോലെ ഒരു പ്രമുഖ പത്രത്തിന് കൊടുത്ത ഒരു അഭിമുഖത്തിലാണ്. ഒന്നാമത്തെ വസ്തുത അത്. രണ്ടാമത്തെ കാര്യം, ഈ ആരോപണം ഉന്നയിച്ചത് CBCIയുടെ അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവാണ്. അദ്ദേഹം ഇന്ത്യയിലെ മുഴുവൻ വെത്രാന്മാരുടെ സംഘടനയായ അതിന്റെ പ്രസിഡന്റായി സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആരാണ് ആരോപണം ഉന്നയിച്ചത്? ഇത് എവിടെയാണ് ഈ അഭിമുഖം ഉണ്ടായത്? മൂന്നാമത്തെ വസ്തുത, ആർക്കെതിരെ ആണ് ഈ ആരോപണം എന്നുള്ളത്. ഒന്ന്, ഇന്ത്യൻ ഒരു രാഷ്ട്രീയ ഒരു രാഷ്ട്രീയത്തിലെ പ്രബല സംഘടനയായ രാഷ്ട്രീയ പ്രസ്ഥാനമായ അവരുടെ ഒരു സംഘടനയ്ക്കെതിരെ ഒന്നാമത്തെ ഒരു ആരോപണം. ഒരു മുസ്ലിം വിഭാഗത്തിലെ തന്നെ തീവ്രവാദ സംഘടനയും നിരോധിത സംഘടനയ്ക്കെതിരെയുമാണ് ഈ ആരോപണം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 4 വസ്തുതകൾ നമ്മൾ കണക്കിലെടുത്താൽ ഇത് ഒരിക്കലും കേരള സമൂഹം എന്നല്ല, ഒരു സഭാ സമൂഹം ചെറുതായി കാണേണ്ട വസ്തുതയല്ല, ഇത് തള്ളിക്കളയേണ്ട വസ്തുതയുമല്ല. അതുകൊണ്ട് തന്നെ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു കാരണവശാലും ഇത് ചെറുതായി കാണരുത്. ഇതിന്റെ തുടർ അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ള കാര്യം. രണ്ടാമത്തെ വസ്തുത, ശ്രീ ജോമോൻ ആലപ്പുഴ, ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ ഇപ്പോൾ താങ്കൾ, ഞാൻ സൂചിപ്പിച്ചു ഇതിന്റെ ആഘാതം എത്ര വലുതാണ്, അല്ലെങ്കിൽ എത്രമാത്രം പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന പരാമർശങ്ങളാണ് നടത്തിയതെന്നത് ഞാൻ സൂചിപ്പിച്ചു. താങ്കളും അത് തള്ളിക്കളയുന്നില്ല. അപ്പോൾ അത്രയും ഗൗരവമുള്ള ഒരു കാര്യം പറയുമ്പോൾ അതിനുള്ള അടിസ്ഥാനം എന്ത് എന്നതാണ് ചോദ്യം. അത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ തുറന്നു പറച്ചിൽ മാത്രം മതിയോ, അതോ അതിനപ്പുറമുള്ള കൺവിക്ഷൻ അദ്ദേഹത്തിനുണ്ടോ? അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ ഈ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ആരോപണം ഉന്നയിച്ചത് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ അത് പിതാവിനോട് ഈ കാര്യം പറഞ്ഞു എന്ന് പറയുന്നത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് ഇതിന്റെ അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോകണം. അതിന്റെ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ വസ്തുതകൾ സുതാര്യമാകുന്ന രീതിയിൽ ഇത് സഭാ സമൂഹവും പൊതുസമൂഹവും അവർക്കത് അറിയാനുള്ള ബാധ്യതയുണ്ട്. കാരണം ഇത് കേരളത്തിൽ തന്നെ 2 സമുദായങ്ങൾ തമ്മിൽ ഭിന്നിപ്പ് രൂക്ഷമായേക്കാവുന്ന ഒരു വസ്തുതയാണ്. ഇതിനകത്ത് ഞങ്ങളെ പോലെയുള്ള സഭാത്മക സംഘടനകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വിലയിരുത്തി കാണുമ്പോൾ ഞങ്ങൾക്കിത് ശരിയാണ്, പിതാവിന്റെ ആരോപണം വസ്തുത ഉള്ളതാണ്, അത് തള്ളിക്കളയാവുന്നതല്ല എന്ന് ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ട്. കാരണം ഏറ്റവും കുറഞ്ഞത് സീറോ മലബാർ സഭ കഴിഞ്ഞ 10 വർഷം എടുത്താൽ തകർന്ന തരിപ്പണമായ അവസ്ഥയിലേക്ക് എത്തി നിൽക്കാൻ ഇതൊരു കാരണമാണ്. അതിന്റെ അടിസ്ഥാനപരമായ വസ്തുതകൾ അക്കമിട്ട് നമുക്ക് നിരത്തി പറയാൻ സാധിക്കും. എറണാകുളത്തെ പ്രശ്നങ്ങൾ, അതുകൊണ്ടാണ് പിതാവ് വ്യക്തമായി സൂചിപ്പിച്ചത്, ചില എറണാകുളത്തെ തന്നെ ചില സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട്, വ്യക്തികളെ ഉപയോഗിച്ചുകൊണ്ട്, വൈദികരെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ എറണാകുളത്ത് ശക്തമാണ്. അതിന് തുടർ ചർച്ചകളിൽ ഞാനത് വ്യക്തമായിട്ട് താങ്കൾ പ്രാഥമികമായി അത് വളരെ ഗൗരവത്തോടു കൂടി ഉന്നയിച്ചിട്ടുള്ള ആരോപണമാണ്. അത് ഏതെങ്കിലും അടിസ്ഥാനമില്ലാത്തൊരു പരാമർശമോ ഒന്നുമല്ല, തികഞ്ഞ ബോധ്യത്തിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണം എന്നതാണല്ലോ വിശദീകരിച്ചത്. ഞാൻ താങ്കളിലേക്ക് വരാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.